തിരികെ വാർത്തകളിലേക്ക്. ഹൈക്കോടതിക്കെതിരെ വിമർശനവുമായി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ കോടതികളുടെ അമിതമായ ഇടപെടൽ എന്ന് മന്ത്രി. ആനയെ നടക്കിരുത്തുന്നത് മുതൽ വെടിക്കെട്ട് വരെ തീരുമാനിക്കുന്നത് കോടതിയാണ്. ഭക്തജനങ്ങൾക്കും സർക്കാരുകൾക്കും എന്ത് റോളാണ് ഉള്ളതെന്നും കെ മുരളീധരന്റെ ചോദ്യം. സാനു കെ സജീവ തൃശ്ശൂരിൽ നിന്നും ചേരുകയാണ്. സാനു, ഈ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ സർക്കാരിന് എന്ത് കാര്യം എന്ന ചോദ്യം ഭക്തജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടി പറയാതെ മന്ത്രി ഇപ്പോൾ കോടതിയുടെ തോളത്ത് കയറുകയാണോ? ഗൗതം, എന്തായാലും ഈ പല വീഴ്ചകളും ഉണ്ടാകുമ്പോൾ, ഈ ക്ഷേത്രക്കൊള്ളയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഒരു പരിധി വരെ തടുത്തു നിർത്തുന്നത് ഈ നമ്മുടെ ഈ നിയമ സംവിധാനത്തിലും അതേപോലെ തന്നെ കോടതിയുടെയൊക്കെ ഇടപെടൽ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ കാട്ടുകൊള്ളയൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് വളരെ വിചിത്രമായിട്ടുള്ളൊരു പ്രതികരണമാണ് നമ്മുടെ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, കെ മുരളീധരൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടന്ന ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് അതിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഈ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വന്നത്. ദേവസ്വം മന്ത്രി പ്രധാനമായിട്ട് പറയുന്നത്, ഈ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ കോടതിക്ക് എന്താണ് ഇത്ര ജാഗ്രത, അല്ലെ എന്തൊരു ഇടപെടൽ? പലപ്പോഴും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് സർക്കാരും ഭക്തരുമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വിഘാതമായിട്ട് നിൽക്കുന്നത് ഈ കോടതിയുടെ ഇടപെടലാണെന്നാണ് ഈ കെ മുരളീധരൻ പറയുന്നത്. അതിനൊരു പടി കൂടി കടന്നുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കിയത്, ഈ ശബരിമലയിലെ നടന്നിട്ടുള്ള കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല, അതിന് വിഘാതമായിട്ട് നിൽക്കുന്നത് കോടതിയുടെ ഇടപെടലാണെന്നൊക്കെയാണ് ഈ ദേവസ്വം മന്ത്രിയുടെ പുതിയ കണ്ടെത്തൽ. എന്തായാലും ക്ഷേത്രങ്ങളൊക്കെ ദേവസ്വം ബോർഡിൽ നിന്ന്, സർക്കാരിൽ നിന്നൊക്കെ മോചിപ്പിക്കാൻ വേണ്ടി ഭക്തരുടെ ഭാഗത്ത് നിന്ന് ഇടപെടലൊക്കെ ഉണ്ടാകുന്ന വേളയിലാണ് കോടതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട്, വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പറയാം, കോടതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടൊരു ദേവസ്വം മന്ത്രി രംഗത്ത് വന്നിരിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു ചർച്ച ഈ നിയമസഭയിൽ ആരംഭിച്ചു എന്നാണ് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ നിന്ന് കോടതിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഈ സഭയുടെ ഭാഗത്ത് നിന്ന്, നിയമസഭയുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹം പറഞ്ഞു വെച്ചതിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു നിയമ സംവിധാനങ്ങളിലേക്കൊക്കെ ഒരു പക്ഷേ നിയമസഭ കടക്കാനായിട്ടുള്ള സാധ്യതയും ഈ ദേവസ്വം മന്ത്രി തള്ളിക്കളയുന്നില്ല. എന്തായാലും ഈ ദേവസ്വം ബോർഡുകളിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭക്തരുടെ ഭാഗത്ത് നിന്ന് വലിയ മുറവിളി ഉയരുന്ന ഘട്ടത്തിലാണ് ആ ക്ഷേത്രങ്ങളിലെ കൊള്ളയടക്കം ഒരു പരിധി വരെ നിയന്ത്രിക്കുന്ന നമ്മുടെ കോടതികളെ അടക്കം നിയന്ത്രിക്കാനായിട്ടുള്ള മറു നീക്കവുമായിട്ട് സർക്കാർ ഇറങ്ങുന്നതെന്നാണ് ദേവസ്വം മന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം. യെസ്.